നമസ്കാരം. ദേവസൈനിയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാഗം 3ലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലത്ത് നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെ കൊട്ടാരക്കര നഗരത്തിൽ നിന്നും തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. ഇതുവരെ 2 ഭാഗങ്ങളിലായി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഘടനയുമാണ് സംസാരിച്ചത്. ഇനി പ്രതിഷ്ഠകളെക്കുറിച്ച് സംസാരിക്കാം. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്നാണ് മണികണ്ഠേശ്വരൻ. ശാന്ത സ്വഭാവത്തിലുള്ള ശിവനായാണ് സങ്കല്പം. 3 അടി ഉയരമുള്ള ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മണികണ്ഠനായ അയ്യപ്പന്റെ പിതാവ് എന്ന അർത്ഥത്തിലാണ് പ്രതിഷ്ഠയ്ക്ക് ഈ പേര് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മണികണ്ഠേശ്വരത്തപ്പന്റെ ലിംഗം സ്വയംഭൂവാണ്. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശ്രീലകത്ത് കുടികൊള്ളുന്ന ഭഗവാന് ശംഖാഭിഷേകം, ധാര, കൂവളമാല, പിൻവിളക്ക് തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. കുടുംബസമേത സങ്കല്പത്തിലുള്ള ശിവനായതിനാൽ ഉമാമഹേശ്വര പൂജ പോലുള്ള വഴിപാടുകളും ഉണ്ട്. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്നാണ് പാർവതീദേവി. ശിവന്റെ അതേ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ. അനഭിമുഖമായ ശിവപാർവതി പ്രതിഷ്ഠകൾ വരുന്ന ക്ഷേത്രമായതിനാൽ അർദ്ധനാരീശ്വര സങ്കല്പം വരുന്നു. 3 അടി ഉയരം വരുന്ന ദേവീ വിഗ്രഹം ദാരു നിർമ്മിതമാണ്. അതിനാൽ വിഗ്രഹത്തിൽ ജലാഭിഷേകം നടത്താറില്ല. മഞ്ഞൾപ്പൊടി കൊണ്ടാണ് അഭിഷേകം നടത്താറുള്ളത്. ദേവി ശിവ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നതിനാൽ സർവമംഗളകാരിണിയായ കല്യാണരൂപിണിയായി കണക്കാക്കപ്പെടുന്നു. മഞ്ഞൾപ്പൊടി അഭിഷേകം, പട്ടും താലിയും ചാർത്തൽ, കൂട്ടുപായസം എന്നിവയാണ് ദേവിയുടെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്ന് ഗണപതി. വാസ്തവത്തിൽ ഉപപ്രതിഷ്ഠയായിരുന്ന ഗണപതി പിന്നീട് പ്രധാന ദേവനായി മാറുകയായിരുന്നു. 3 അടി ഉയരം വരുന്ന ദാരു വിഗ്രഹത്തിൽ തെക്കോട്ട് ദർശനമായാണ് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത്. ഉളിയന്നൂർ പെരുന്തച്ചൻ തീർത്തതാണെന്ന് പറയപ്പെടുന്ന ഈ വിഗ്രഹത്തിൽ ഉദയാസ്തമനമായി അപ്പം മൂടുന്നതാണ് പ്രധാന വഴിപാട്. ഇതിന് വൻ ചിലവുണ്ട്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഗണപതിക്ക് ഉണ്ണിയപ്പ നിവേദ്യം അതിവിശേഷമാണ്. കൂടാതെ ഗണപതി ഹോമം, നാളികേരമുടയ്ക്കൽ, കറുകമാല, പഞ്ചാമൃതം, ത്രിമധുരം തുടങ്ങിയവയും വഴിപാടുകളായി ഉണ്ട്. അടുത്തതായി ഉപദേവതകൾ. നാലമ്പലത്തിനു പുറത്ത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലാണ് ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന 1.5 അടി ഉയരം വരുന്ന ശിലാവിഗ്രഹം ശബരിമലയിലെ വിഗ്രഹത്തിന്റെ അതേ രൂപത്തിലാണ്. ശാസ്താവിന്റെ ശ്രീകോവിലിന് പ്രത്യേകം മുഖപ്പുണ്ട്. ഇവിടെ വെച്ചാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം. നെയ്യഭിഷേകം, പുഷ്പാഭിഷേകം, എള്ളുതിരി എന്നിവയാണ് ശാസ്താവിൻ്റെ പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനു പുറത്ത് വടക്കു പടിഞ്ഞാറു ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിലാണ് ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി 3 അടി ഉയരം വരുന്ന വിഗ്രഹം ബാലസുബ്രഹ്മണ്യന്റെ രൂപത്തിലാണ്. സുബ്രഹ്മണ്യന്റെ ശ്രീകോവിലിനും പ്രത്യേകം മുഖപ്പുണ്ട്. ഷഷ്ഠീപതിയായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ഠി നാളുകൾ അതിവിശേഷമാണ്. പഞ്ചാമൃതം, പാലഭിഷേകം, ഭസ്മാഭിഷേകം, കാവടി നിറ തുടങ്ങിയവയാണ് സുബ്രഹ്മണ്യന് പ്രധാന വഴിപാടുകൾ. ശാസ്താവിൻ്റെ ശ്രീകോവിലിന് തൊട്ടടുത്ത് പ്രത്യേകം തറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്ന ഈ പ്രതിഷ്ഠയുടെ ദർശനം കിഴക്കോട്ടാണ്. 100 പാലും മഞ്ഞൾപ്പൊടി അഭിഷേകം, പുറ്റും മുട്ടയും സമർപ്പണം, ആയില്യപൂജ എന്നിവയാണ് നാഗദൈവങ്ങളുടെ പ്രധാന വഴിപാടുകൾ. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ സവിശേഷതകൾ തുടരും. നന്ദി, നമസ്കാരം.